സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഓഗസ്റ്റ് 17 വരെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൺമുന്നിൽ ഒരു തീരാ നോവായി തുടരുമ്പോഴും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന്റേത് മനസാക്ഷിയില്ലാത്തതും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരെ പരിഹസിക്കുന്നതുമായ നടപടിയാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. കേരള ജനത മുഴുവൻ അവരാൽ കഴിയുന്ന സഹായം വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കാനായി സംഭാവന ചെയ്യുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ ഈ തലതിരിഞ്ഞ നടപടിയെന്നും K സുധാകരൻ പരിഹസിച്ചു. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. നിലവിൽ 110.55 കോടി രൂപയാണ് ആകെ സംഭാവനയായി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. സംഭാവനയായി ചൊവ്വാഴ്ച മാത്രം ഓൺലൈനായി ഇതുവരെ 55.5 ലക്ഷം രൂപയാണ് ലഭിച്ചതെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്ക്. ആകെ ലഭിച്ച 110 കോടിയിൽ നിന്ന് ഇതുവരെ സഹായത്തിനായി തുക മാറ്റിയിട്ടില്ല. വയനാട്ടിൽ സേഫ് ഏരിയ, അൺസേഫ് ഏരിയ ഏതൊക്കെയെന്ന് തരംതിരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലം മുതൽ താഴേക്ക് വന്ന് പരിശോധിക്കും. എന്താണ് ഉരുൾപൊട്ടലിന് കാരണമെന്നും പ്രഭവ കേന്ദ്രമെന്നും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ പരിശോധനയ്ക്ക് എത്തിയത്. ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചു. നദിയിൽ അടിയൊഴുക്ക് കുറഞ്ഞത് തെരച്ചിലിന് അനുകൂല കാലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈശ്വർ മൽപ്പയാണ് ഗംഗാവലി പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത്. നാളെ SDRF, NDRF അംഗങ്ങളും തെരച്ചിലിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിനും ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ചരിത്ര നേട്ടം. ദേശീയ തലത്തിൽ എയിംസും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പോലെയുള്ള എല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പട്ടികയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും തുടർച്ചയായ 2ാം തവണയും ഇടം പിടിക്കുന്നത്. എല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പട്ടികയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 42ാം സ്ഥാനത്തും ഡെന്റൽ കോളേജ് 21ാം സ്ഥാനത്തുമാണുള്ളത്. പശ്ചിമ ബംഗാളിൽ ഡോക്ടറെ ലൈംഗികാതിക്രമത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നും സർക്കാർ ഇരയ്ക്കൊപ്പമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്ത ഹൈക്കോടതി വിധി പറഞ്ഞത്. ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഹൈക്കോടതി വിമർശിച്ചു. BJP നേതാവ് അഡ്വക്കേറ്റ് കൗസ്തവ് ബക്ചി നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കുറ്റാരോപിതയായ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്. ഈ ആവശ്യം ഉന്നയിച്ചും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് മേൽ അന്വേഷണം ആവശ്യപ്പെട്ടും രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മുൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നിൽ അട്ടിമറിയാണെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ടെസ്ല CEOയും എക്സ് ഉടമയുമായ ഇലോൺ മസ്കുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ആരോപണം ഉന്നയിച്ചത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി. പാരീസിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മലയാളി താരം PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിയിൽ വിമാനമിറങ്ങിയത്. ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് ഇന്ത്യൻ സംഘത്തിന് ലഭിച്ചത്. ബുധനാഴ്ച ഇന്ത്യൻ താരങ്ങൾക്ക് ഹോക്കി ഫെഡറേഷന്റെ ഔദ്യോഗിക സ്വീകരണമുണ്ട്.